പാവനാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവിന്റെ ദിവ്യ സാന്നിധ്യം അനുഭവിച്ചും ദൈവത്തോട് പ്രാർത്ഥിച്ച് കാരുണ്യം പ്രാപിച്ചും നമ്മുടെ ജീവിതം കൂടുതൽ അർത്ഥവത്താക്കാൻ നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്ന സമയം കർത്താവ് ഈ മണിക്കൂർ ദൈവാനുഗ്രഹത്തിൻ്റെ മണിക്കൂറാക്കി മാറ്റണമേ. ഞങ്ങളും ദൈവ സ്വഭാവം പങ്കിടുവാൻ ഞങ്ങളെ അതിനായിട്ട് ഒരുക്കണമേ, അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തെ രൂപപ്പെടുത്തുന്ന, നമ്മുടെ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള തേജസ്സും ഓജസ്സും പകരുവാൻ ശക്തനായ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് അല്പസമയം നമുക്ക് ഈ ദൈവത്തെ സ്വതന്ത്രമായിട്ട് സ്തുതിച്ച് ആരാധിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ, മാലാഖവൃന്ദങ്ങളോട് ചേർന്ന് ഞങ്ങളും അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. അവിടുത്തെ ശക്തിയും കൃപയും ആഗ്രഹിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങയുടെ നാമം വിളിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ. ലോകം മുഴുവനും ആരാധിക്കപ്പെടുന്ന കർത്താവേ, ഞങ്ങളും അങ്ങയെ ആരാധിക്കുന്നു, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ നന്ദി, യേശുവേ നന്ദി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ മണിക്കൂർ നമുക്ക് ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്ന മണിക്കൂറാകുവാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ദൈവകരുണ ഒഴുകി വരുന്ന മണിക്കൂറായിരിക്കുവാൻ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. നമ്മെയും ലോകം മുഴുവനെയും, പ്രത്യേകിച്ച് നമുക്കറിയാവുന്ന ദൈവത്തിൻ്റെ കരുണ ആവശ്യമായിട്ടുള്ള വ്യക്തികളും കുടുംബങ്ങളും ദേശങ്ങളുമൊക്കെ ഉണ്ട്. അവിടേക്കെല്ലാം ദൈവകരുണ ഒഴുകി വരുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ദൈവ വചന വെളിച്ചത്തിൽ ഈ മണിക്കൂർ കൂടുതൽ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹം ലഭിക്കേണ്ടതിന് ആവശ്യമായ കാര്യങ്ങൾ വിചിന്തനം ചെയ്യാം. നമുക്കറിയാവുന്ന പോലെ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഒരു ഫോർമേഷൻ. നമുക്കറിയാം, സമർപ്പണ ജീവിതത്തിന് വിളിക്കപ്പെട്ട വ്യക്തികൾക്ക് ഫോർമേഷൻ. ഞങ്ങളൊക്കെ സെമിനാരിയിൽ ചേർന്ന് 13 വർഷം ഫോർമേഷൻ കഴിഞ്ഞിട്ടാണ് പട്ടം സ്വീകരിക്കാൻ പറ്റിയത്. ഫോർമേഷൻ നമുക്കറിയാതെ ഒരു കുർബാനയെല്ലാം പഠിക്കാനോ കുമ്പസാരിക്കാൻ പഠിക്കാനോ ഉള്ള ഒരു സമയം മാത്രമല്ല. അതിനേക്കാളെല്ലാം ഉപരിയായിട്ട് നമ്മുടെ വിളി തിരിച്ചറിയുക, അത് തിരിച്ചറിഞ്ഞ് അതനുസരിച്ച് നമ്മൾ ജീവിതം വിശുദ്ധീകരിച്ച് ഉയർത്തിയെടുക്കുക. അപ്പം അങ്ങനെ ഒരു ഫോർമേഷൻ റിലീജിയസ് ലൈഫ് അത് ആഗ്രഹിക്കുന്ന അച്ഛന്മാർക്ക് സിസ്റ്റേഴ്സൊക്കെ ഒരു കടന്നു പോകുന്ന ഒരു കാര്യമാണ്. എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ക്രിസ്ത്യൻ ലൈഫ്, ക്രിസ്തീയ ജീവിതം ഒരു ഫോർമേഷൻ. എന്തിനു വേണ്ടിയുള്ള അല്ലെങ്കിൽ ഏത് ലക്ഷ്യത്തോടു കൂടിയുള്ള ഫോർമേഷൻ അത് നമ്മൾ മനസ്സിലാക്കണം. യേശുവിൻ്റെ അതേ സ്വഭാവം അതിലേക്ക് ഉയർത്തപ്പെടാനുള്ള ഒരു ഫോർമേഷൻ, യേശുവിൻ്റെ അതേ മനോഭാവം അത് ഏറ്റെടുത്തുകൊണ്ട് മറ്റൊരു ക്രിസ്തുവായി മാറുവാനുള്ള ആ ഒരു ഫോർമേഷൻ. അതാണ് ശരിക്കും പറഞ്ഞാൽ ക്രിസ്തീയ ജീവിതത്തിൽ നാം ലക്ഷ്യം വെക്കുന്നത്. ഈ രീതിയിൽ ചിന്തിക്കുമ്പോൾ 2-3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്വഭാവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമുക്കറിയാം, ഒന്നാമത്തെ കാര്യം ദൈവം സ്നേഹമാണെന്ന് യോഹന്നാൻ ശ്ലീഹ നിർവചിച്ചിരിക്കുന്നത് 1 യോഹന്നാൻ 4:8 വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ദൈവം സ്നേഹമാണ്. സ്നേഹമില്ലാതെ ദൈവമില്ല. നമുക്ക് സ്നേഹത്തെക്കുറിച്ച് ചിന്തിക്കാതെ ദൈവത്തെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റത്തില്ല. ദൈവം സ്നേഹമാണ്. ദൈവത്തിൻ്റെ സ്വഭാവം സ്നേഹിക്കുക എന്നതാണ്. ഇനി ഈ സ്വഭാവമാണ് ദൈവമക്കൾ സ്വന്തമാക്കേണ്ടത്. അതിനാണ്
ഈ ഫോർമേഷൻ നമുക്ക് ആവശ്യമാണ് എന്ന് പറഞ്ഞിരിക്കുന്നത്. വെറുതെ ആരും ക്രിസ്ത്യാനിയാകത്തില്ല. മാമോദീസ സ്വീകരിച്ചെന്ന് പറഞ്ഞാലും ക്രിസ്ത്യാനിയാകണമെന്നില്ല. അതേ ദൈവ വരപ്രസാദം നമ്മൾ ഏറ്റെടുത്ത് ആ ക്രിസ്തീയ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള കൃപ, സ്വർഗീയമായ അനുഗ്രഹം നമ്മൾ പ്രാപിക്കുന്നു. പക്ഷെ അതോടൊപ്പം നമ്മൾ അധ്വാനിക്കുമ്പോഴാണ് യഥാർത്ഥ ക്രിസ്ത്യാനികളായിട്ട് മാറുക, ദൈവ സ്വഭാവം പങ്കിടുന്നവരായിട്ട് നമ്മൾ മാറുക. ഒരു സമർപ്പണ ജീവിതത്തിന് വിളി ലഭിച്ചാലും കൃപ ലഭിച്ചാലും അതോടൊപ്പം അധ്വാനിക്കാനായിട്ട് സന്നദ്ധരാകുന്നവരുടെ ജീവിതത്തിലാണ് അത് സാക്ഷാത്കരിക്കപ്പെടുന്നത് എന്ന് നമുക്കറിയാം. അപ്പം അതുകൊണ്ട് നമ്മൾ ദൈവ സ്വഭാവത്തിൽ വളരാൻ ആഗ്രഹിക്കണം. ദൈവ സ്വഭാവം പങ്കിടുന്നവരായിട്ട് നമ്മൾ മാറണം. അതിന് സ്നേഹമില്ലാതെ ആ ഒരു കാര്യം നടക്കത്തില്ല. സ്നേഹിക്കാനുള്ള ഒരു പ്രയത്നം, ഒരു ലക്ഷ്യം, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിന് ഉണ്ടാകണം. 1 കൊരിന്ത്യർ 14 അധ്യായം 1-ാമത്തെ വചനത്തിൽ അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം. ഈ ലക്ഷ്യം വെച്ചുകൊണ്ട് ജീവിതയാത്ര നടത്തുന്നവർക്കാണ് സ്നേഹത്തിൽ വളരാൻ പറ്റുന്നതും ദൈവ സ്വഭാവം പങ്കിടാൻ സാധിക്കുന്നതും. ദൈവത്തെ അറിയാത്തവർക്ക് സ്നേഹിക്കാൻ പറ്റില്ല. ദൈവത്തെ സ്നേഹിക്കുന്നവർ കൂടുതൽ കൂടുതൽ ആ ദൈവത്തെ അറിഞ്ഞ് ആ ദൈവവുമായിട്ടുള്ള ഒരു ബന്ധത്തിൽ അവർ ജീവിക്കുകയും ആ സ്വഭാവത്തിലേക്ക് അവരുടെ ജീവിതത്തെ ഉയർത്തുകയും ചെയ്യും. രണ്ടാമതൊരു കാര്യം നമുക്ക് കാണാൻ സാധിക്കും. ദൈവത്തെക്കുറിച്ച് പറയപ്പെട്ടിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ദൈവം നീതിമാനാണ്. പലരും നോക്കിയിട്ട് യേശുവിലാണേലും ഇതിന് വിരുദ്ധമായ ഒരു അനീതി കാണാൻ പറ്റിയിട്ടില്ല. ദൈവം നീതിമാനായ ദൈവമാണ്. നീതിമാൻ ഒപ്പം കാരുണ്യവാനായ ദൈവം. പഴയ നിയമം പുതിയ നിയമം എല്ലാം ഒരുപോലെ നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്, ദൈവം നീതിമാനായ ദൈവമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ദൈവമക്കൾ കാര്യത്തിൽ ശ്രദ്ധാലുക്കളായിരിക്കണം. എന്ന് പറഞ്ഞാൽ നീതിപൂർവം ജീവിക്കാൻ. അനീതി പ്രവർത്തിക്കുന്നത് ദൈവമക്കൾക്ക് യോജിച്ച ഒരു കാര്യമല്ല. കർത്താവ് തന്നെ പറഞ്ഞൊരു കാര്യം, അനീതി പ്രവർത്തിക്കുന്നവരെ നിങ്ങൾ എന്നിൽ നിന്നും അകന്നു പോവുക. അപ്പോൾ അതുകൊണ്ട് ദൈവത്തോട് അടുത്ത് നിൽക്കാൻ പറ്റുന്നത്, ദൈവത്തിൽ വസിക്കാൻ പറ്റുന്നത് നീതിക്ക് വില കൽപ്പിക്കുന്ന, നീതിപൂർവം ജീവിക്കുന്ന വ്യക്തികൾക്കാണ് എന്നുള്ളത് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റും. 2 മക്കബായർ 12-ാം അധ്യായത്തിൻ്റെ 41-ാമത്തെ വചനം നമുക്ക് തരുന്ന ഒരു സന്ദേശമുണ്ട്. ദൈവത്തെക്കുറിച്ച് നൽകപ്പെട്ടിരിക്കുന്ന ഒരു ഇൻഫർമേഷൻ. ദൈവം നീതിമാനായ വിധിയാളനാണ്. നമുക്കറിയാമല്ലോ, ദൈവം ഒരു വിധിയാളനാണ്. അവൻ്റെ മുമ്പിൽ നമ്മളെല്ലാവരും പ്രത്യക്ഷപ്പെടേണ്ടി വരും. നമുക്ക് ഈ ഒരു കാര്യം ഒഴിവാക്കാൻ പറ്റത്തില്ല. മരണം ഒഴിവാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ നീതിവിധി നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നതല്ല. ഇനി നമ്മളാരും ഈ നീതിപൂർവം ജീവിച്ചവരാണെങ്കിൽ നീതിവിധിയെ ഭയപ്പെടേണ്ടതില്ല. എൻ്റെ കാരണം പറഞ്ഞിരിക്കുന്നത്, അവൻ നീതിമാനായ വിധിയാളനാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രവൃത്തിക്ക് അനുസൃതമായിട്ട് അവൻ വിധിക്കത്തുള്ളൂ. നാം നല്ലത് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രതിഫലം നമുക്ക് കിട്ടും. തിന്മ ചെയ്യുമ്പോഴാണ് അതിൻ്റെ ശിക്ഷ നമ്മൾ ഏറ്റെടുക്കേണ്ടി വരിക. കാരണം ദൈവം നീതിമാനായ വിധിയാളനാണ്. ഇതുപോലെ തന്നെ നമ്മൾ കാണുന്ന മറ്റൊരു കാര്യമാണ് ദൈവത്തിൻ്റെ സ്വഭാവവുമായി ബന്ധപ്പെട്ട കാര്യം. ദൈവം കാരുണ്യവാനായ ദൈവമാണ്. കർത്താവിൻ്റെ വചനം എവിടെയെല്ലാം ദൈവനീതിയെക്കുറിച്ച് പറയുന്നുണ്ടോ അവിടെയെല്ലാം ചേർത്ത് പിടിക്കാൻ ദൈവവചനം നോക്കിയിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. എന്നാൽ അവൻ കാരുണ്യവാനായ ദൈവമാണ്. ഇതാണ് നമ്മുടെ ദൈവത്തിൻ്റെ സ്വഭാവം. നമുക്ക് ഒരുപക്ഷെ തെറ്റുപറ്റാം. നമ്മൾ അനുദപിച്ച് കർത്താവിൻ്റെ പക്കലേക്ക് തിരിയുമ്പോൾ ദൈവം നമ്മെ വീണ്ടെടുക്കുന്നത് പോലെ മറ്റുള്ളവരോട് കാരുണ്യം കാണിക്കുന്ന ആ ഒരു സ്വഭാവം അത് നമ്മുടെ ജീവിതത്തിൽ പണിതുയർത്തേണ്ടതാണ്. അതാണ് ഈ ഒരു ഫോർമേഷൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ടത്. ദൈവം ചെയ്തതുപോലെ, ദൈവം ജീവിച്ചതുപോലെ, ദൈവം ആഗ്രഹിച്ചതുപോലെ ദൈവമക്കൾ ആഗ്രഹിക്കുക, ജീവിക്കുക, പ്രവർത്തിക്കുക. ഇതെല്ലാം ക്രിസ്തീയ ജീവിതത്തിൻ്റെ അവിഭാജ്യ ഘടകങ്ങളായിട്ട് നമ്മൾ കാണേണ്ട കാര്യങ്ങളാണ്.
ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതം എത്രമാത്രം കരുണ നിറഞ്ഞ ഒരു ജീവിതമായിരിക്കും, സുന്ദരമായ ഒരു ക്രിസ്തീയ ജീവിതമായി മാറും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നമ്മൾ നീതിപൂർവം ജീവിച്ചാൽ, കാരുണ്യം കാണിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാവുന്ന ചില നേട്ടങ്ങളെക്കുറിച്ചും കർത്താവിൻ്റെ വചനം കൃത്യമായിട്ട് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ദൈവം നീതിമാനായിരുന്നു, ദൈവം കരുണ കാണിച്ച ദൈവമാണ്. ദൈവമക്കളായി നമ്മൾ നീതിപൂർവം ജീവിക്കണം, മറ്റുള്ളവരോട് കരുണ കാണിക്കാൻ മനസ്സ് കാണിക്കണം. അപ്പോൾ നമ്മുടെ ജീവിതത്തിന് അതിൻ്റേതായിട്ടുള്ള നന്മകൾ വരും, നേട്ടങ്ങളുണ്ടാകും. യഥാർത്ഥ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഉടമകളായിട്ട് നമ്മൾ മാറുകയും ചെയ്യും. നമുക്ക് ഏതാനും വചനങ്ങൾ എടുക്കാം. നീതിപൂർവം നമ്മൾ ജീവിച്ചാൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാവുന്ന നേട്ടങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. സങ്കീർത്തനം 34:19 വചനം. അവിടെ പറഞ്ഞിരിക്കുന്നത്, നീതിമാൻ തൻ്റെ ക്ലേശങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ കർത്താവ് അവനെ സംരക്ഷിക്കുകയും വിമോചിപ്പിക്കുകയും ചെയ്യും. നീതിപൂർവം ജീവിക്കുന്നവർക്ക്, അതുകൊണ്ടാണ് പത്രോസ് പറഞ്ഞൊരു കാര്യം, 1 പത്രോസ് അതിൻ്റെ 3-ാം അധ്യായം 17-ാമത്തെ വചനം വായിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ട്, നന്മ ചെയ്തിട്ടും കഷ്ടത അനുഭവിക്കുക എന്നതാണ് തിന്മ ചെയ്തിട്ട് കഷ്ടത അനുഭവിക്കുന്നതിനേക്കാൾ നല്ലത്. നീതിപൂർവം ജീവിച്ചാലും നീതിമാന്മാരായിട്ട് ജീവിച്ചാലും കഷ്ടതകൾ വന്നേക്കാം, ക്ലേശങ്ങൾ വന്നേക്കാം. പക്ഷെ കർത്താവ് അവിടെ ഉണ്ടാകും, കർത്താവ് കൂടെ ഉണ്ടാകും, കർത്താവ് നമ്മെ സംരക്ഷിക്കും, അതിൽ നമ്മെ മോചിപ്പിക്കും എന്നുള്ളത് ഈശോയുടെ വചനം നമ്മെ പഠിപ്പിക്കുന്ന കാര്യമാണ്. സുഭാഷിതങ്ങൾ 10-ാം അധ്യായം 24-ാമത്തെ വചനം. സുഭാഷിതങ്ങൾ 10:24. നീതിമാന്റെ ആഗ്രഹങ്ങൾ സഫലമാകും. നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് ഹൃദയാഭിലാഷങ്ങൾ നടന്നു കിട്ടുക. നമ്മൾ ആഗ്രഹിച്ചത്, നമ്മൾ ലക്ഷ്യം വെച്ച് പ്രാർത്ഥിച്ചത് നിറവേറി കിട്ടുക. അതിന് വളരെ ആവശ്യമായ ഒരു കാര്യം പറഞ്ഞിരിക്കുകയാണ്, നീതിപൂർവം ജീവിക്കുന്നവരായിരിക്കണം. നമ്മൾ പാപജീവിതം നയിച്ചിട്ട് ഒരുപാട് ഹൃദയാഭിലാഷങ്ങളുണ്ട്, ഇഷ്ടങ്ങളുണ്ട്, ലക്ഷ്യങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെയൊന്നും എനിക്ക് എത്താൻ പറ്റിയില്ല എന്ന് പറഞ്ഞ് നിരാശപ്പെട്ടാലും അതിന് ഉത്തരവാദികൾ നമ്മൾ തന്നെയാണ്. നീതിമാന്റെ ആഗ്രഹങ്ങൾ കർത്താവ് സാധിച്ചു തരും, സഫലമാക്കും എന്നുള്ളത് കർത്താവിൻ്റെ വചനം പഠിപ്പിക്കുന്നുണ്ട്. ഇതിനേക്കാളൊക്കെ വലിയ ഒരു നേട്ടം നമുക്കുണ്ടാവും ജ്ഞാനത്തിൻ്റെ പുസ്തകം 3:1 പറഞ്ഞിരിക്കുന്ന ആ കാര്യം തിരിച്ചറിഞ്ഞാൽ. നീതിമാന്റെ ആത്മാവ് ദൈവകരങ്ങളിൽ സുരക്ഷിതമാണ്. നമ്മുടെ ആത്മാവിനെ സുരക്ഷിതമാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വേണമെങ്കിൽ നമ്മളൊരു എന്തെങ്കിലും മാവിൻ്റെയോ പ്ലാവിൻ്റെയോ ഒക്കെ തൈ കുഴിച്ചു വെച്ചാൽ നമ്മളതിന് ചുറ്റും വേലി കെട്ടും. അതിനൊരു സുരക്ഷിതത്വം ഉണ്ടാകാൻ വേണ്ടിയാണ്. എന്ന് പറഞ്ഞ പോലെ അതിനേക്കാൾ ഈ മാവും പ്ലാവും ഒക്കെ പശു കടിച്ചു തിന്നുന്നതിനേക്കാൾ വലിയ നഷ്ടം വരുത്തുന്ന ഒന്നാണ് നമ്മുടെ ആത്മനാശം. അത് വരാതിരിക്കണമെങ്കിൽ അതിന് സംരക്ഷണം ഉണ്ടാകണം. അതിനാണ് നീതിപൂർവ്വം നാം ജീവിക്കേണ്ടത്. മാത്രമല്ല, നമ്മൾ കരുണ കാണിക്കുന്നവരാണെങ്കിൽ കാരുണ്യപൂർവമുള്ള ഒരു വിധി നമുക്ക് ലഭിക്കും എന്നുള്ളത് യാക്കോബ് ശ്ലീഹ നമ്മളെ പഠിപ്പിക്കുന്നതാണ്. 2-ാം അധ്യായം 13-ാമത്തെ വചനം. ഈ കാര്യങ്ങൾ ഹൃദയത്തിലേക്ക് ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് തിരുത്തേണ്ടത് തിരുത്തി നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ ഏറ്റെടുക്കേണ്ട ആ ഒരു ഫോർമേഷൻ ഏറ്റെടുത്ത് മുമ്പോട്ട് പോകാൻ വേണ്ട കൃപയ്ക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് പങ്കുചേരാം. നമ്മുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും ഈ അൾത്താരയിൽ സമർപ്പിക്കാം. നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങളെയും ദൈവിക സംരക്ഷണം ലഭിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് കർത്താവിനെ താഴ്ന്ന സ്വരത്തിൽ സ്തുതിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദവും സ്വീകരിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ ഏറ്റെടുക്കണമേ, ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും ഏറ്റെടുക്കണമേ. ഞങ്ങൾക്ക് ആവശ്യമായതെല്ലാം നൽകുവാൻ തിരുവുള്ളമാകണമേ. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെ ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ. ആരാധന 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 പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും
അങ്ങേക്കാരാധന.